ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഞാൻ 2 ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഈ ആഭിചാരം മന്ത്രവാദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ടോക്കിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, പൊന്നുമക്കളെ, എന്നെ ആരും വിളിക്കില്ലേന്ന്. അതിന് ടോക്കൊക്കെ ആർക്ക് വേണം? ടോക്ക് കേൾക്കുക, വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക, ഇതൊന്നും പറ്റില്ല. ഇൻസിഡൻ്റായിട്ട് എവിടുന്നാണ് ഞങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോവാൻ ആരാണ് അവിടെ നിൽക്കുന്നത്? ഇതാണ് നോട്ടം. പ്രൈസ് ദി ലോർഡ്. ഈ ടോക്ക് കേട്ടാൽ, അത് മുഴുവൻ കേട്ടാലല്ലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എന്നെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറഞ്ഞത്. ഒരു നിമിഷം ഒരു ഒഴിവില്ലാത്തതുപോലെ ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും? അർഹതപ്പെട്ടവർക്ക് പോലും കിട്ടാത്ത വണ്ണം എല്ലാവരും ഞാൻ ബ്ലോക്ക് ചെയ്തു. കുറേ പേരോടൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. എൻ്റെ പ്രാർത്ഥന നടക്കണ്ടേ, എനിക്ക് കുർബാനയിൽ പങ്കെടുക്കണ്ടേ? അപ്പം ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ആരും വിളിക്കണ്ട, ഞാൻ ഫോൺ എടുക്കില്ല. വീണ്ടും പറയണം. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. നിങ്ങൾ വാട്സാപ്പിലേക്ക് ആ നമ്പറിൽ കയറി വന്ന് ചുരുക്കിയിട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് ഈ കാണാവുന്ന ജനങ്ങൾ ഇടണതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ചുരുക്കി ഒരു വോയിസ് മെസ്സേജ്, ഏകദേശമൊക്കെ എല്ലാവർക്കും പറയാനുള്ളത് ഒരേപോലെയുള്ള കാരണങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഭർത്താവ് മദ്യപാനിയാണ്, സാമ്പത്തിക ഞെരുക്കമാണ്, മക്കൾക്ക് ജോലിയില്ല, രോഗാവസ്ഥയാണ്, കടബാധ്യതയാണ്, പിന്നെ വീട് വിറ്റ് കിട്ടണം. ഇതൊക്കെ തന്നെയാണ് ഒരുവിധം ടോട്ടലായിട്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ. അപ്പം അത് നിങ്ങൾ ചുരുക്കിയത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നതാണ് എന്നുള്ളത്. കേട്ട് തുടക്കത്തിൽ തന്നെ നമുക്കത് മനസ്സിലായി. ഞാൻ അതിന് വേണ്ട വചനഭാഗങ്ങൾ പറഞ്ഞു തരുന്നു. മക്കളെ, നിങ്ങൾ ഇന്നത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയണു. ഇനി നെക്സ്റ്റ് വീക്ക് എനിക്ക് ഇടാൻ പാടുള്ളൂ. കാരണം അനേകം മക്കൾക്ക് ഇട്ടിട്ട് കയറി വരണ്ടേ. പിന്നെ ഇടരുത് നിങ്ങൾ വോയിസ് മെസ്സേജ്. ഒന്ന്. രണ്ടാമത്, ഒരു വോയിസ് മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ കൈ കൂപ്പി ഒന്നും കാണിക്കണ്ട എൻ്റെ മക്കൾ. അത് വേണ്ട. എനിക്ക് മനസ്സിലായി, നന്ദിയുള്ള ഹൃദയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നെ സ്നേഹിക്കുന്നു എന്ന് അത്യാവശ്യം എനിക്ക് എല്ലാം മനസ്സിലായി. എല്ലാവരോടും ചേച്ചി ഇതാ കൈ കൂപ്പിക്കൊണ്ട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്നേ എനിക്ക് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരില്ല. അതുകൊണ്ട് എൻ്റെ മക്കള് എൻ്റെ വീട്ടിൽ ഈ വക ദുഷ്ടാരൂപികൾ ഭരണം നടത്താതിരിക്കാൻ എൻ്റെ കുട്ടികൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദിവ്യബലിയിൽ എന്നെ ഓർക്കുക. എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് ഒരു 10 മണി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. അതൊരു വലിയ നിധിയായിട്ടാണ് ഞാൻ അതിനെ കണക്ക് കൂട്ടണത്. അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. അല്ലാതെ ചേച്ചി നന്ദിയും പറയണ്ട, കൈകൂപ്പി കാണിക്കും വേണ്ട. നിങ്ങൾക്ക് ഇന്നൊരു വോയിസ് മെസ്സേജ് ഇട്ടു, ചേച്ചി വോയിസ് മെസ്സേജ് ഇട്ടു, വേണമെങ്കിൽ അതിൻ്റെ ചോട്ടിലെഴുതി, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഇന്ന കാര്യമൊന്നും സാധിച്ചിട്ട് ചേച്ചിക്ക് നന്ദി കേട്ടോ, കഴിഞ്ഞു. അത്രേ വേണ്ട. അപ്പം എനിക്ക് സന്തോഷമായി. എൻ്റെ സമയം പോകുന്നില്ല. അടുത്ത ആൾക്ക് വേഗം വേഗം എനിക്ക് മെസ്സേജ് കൊടുക്കാം. ഹല്ലേലൂയ. സംസാരിച്ച് ഇന്നത്തെ ടോക്കിൻ്റെ സമയം കളയണ്ട. അതായത് ഇപ്പോൾ പല വീടുകളിലും നമ്മൾ വല്ല അമ്പലത്തിൻ്റെ അടുത്തൊക്കെയാണോ ഒക്കെ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പലരും പള്ളിയുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും വീട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങോട്ട് പോയി അവിടെ അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. നമുക്കും ജീവിക്കണ്ടേ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ, ചെയ്തു എന്ന് തോന്നുന്നതിനേക്കാൾ ഉപരി അബോർഷൻ വഴി നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആത്മഹത്യ വഴി ഒക്കെ വല്ലവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബന്ധനം നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കും. അപ്പം ഈ അബോർഷൻ ചെയ്ത കുട്ടികളെ അവർക്ക് നിങ്ങൾ ഹോളി വാട്ടർ ഉപയോഗിച്ച് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ മാമോദിസ തരുന്നു എന്ന് പറഞ്ഞ് അവരെ മാമോദിസ മുക്കണം. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നിത്യസന്നിധിയിലേക്ക് സ്വർഗ കവാടം വഴി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറയണം. എന്നിട്ട് ഈ ഇനി അതൊന്ന് അങ്ങനെ ഈ ആത്മഹത്യ ചെയ്ത് പോയതോ അല്ല അബോർഷൻ വഴി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജോസഫ് മേരി എന്ന്, പെൺകുട്ടിയാണെങ്കിൽ മേരി, ആൺകുട്ടിയാണെങ്കിൽ ജോസഫ് എന്ന് നാമകരണം ചെയ്യുക. എന്നിട്ട് ആ കുട്ടികൾക്ക് ഹോളി വാട്ടർ വഴി മാമോദിസ കൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. സ്വർഗം തുറന്ന് അവരെ കയറ്റി അവർക്ക് നിത്യാഗ്നി അല്ല എന്താ യേശുവേ നന്ദി, നിത്യസൗഭാഗ്യത്തിൽ നിത്യാനന്ദത്തിൽ അവർ ചെന്ന് ചേരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് നിങ്ങൾ മാപ്പ് ചോദിക്കും വേണം അബോർഷൻ വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്,
നിങ്ങൾ ആർക്കെങ്കിലും കഠിനമായ ദ്രോഹം ചെയ്ത് ആരെങ്കിലും നിങ്ങൾ മുഖേന നിങ്ങൾ അവരുടെ കുടുംബം നശിച്ചു പോവാനോ അവിടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാനോ ഇട വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ശാപമായിട്ട് നിങ്ങളുടെ മേൽ കൊടുക്കും. അതിനും നിങ്ങൾ ഇതുപോലെ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം ദിവ്യബലി അർപ്പിക്കുക, ദിവ്യബലിയിൽ പ്രാർത്ഥിക്കും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി വല്ല ദാനധർമ്മം ചെയ്യൂ, എന്തെങ്കിലും നിങ്ങൾ ചെയ്തേക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരം, നമ്മൾ ഈ ലത്തീൻ സഭയുടെ ആണെന്ന് തോന്നുന്നു ആ പ്രയർ, നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ സ്വർഗ കവാടം തുറക്കൂ നാഥ കാരുണ്യവായ്പോടെ നോക്കൂ നിൻ വിളി കേട്ടങ്ങു വന്നാ നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. ചേച്ചി ഈ പാടുന്ന ട്യൂൺ തെറ്റാണോന്ന് എനിക്കറിയില്ല, നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അത് പാടിപ്പടിക്ക് ആ വരികൾ. എന്നിട്ട് മഞ്ഞിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥ നിന്റെ കാരുണ്യമളവറ്റതല്ലോ. ആ 4 വരിയും ഒരു 8 വരി പാട്ടുണ്ട്, യൂട്യൂബിൽ അടിച്ചു കൊട്ടാൽ അത് കിട്ടും. ഇങ്ങനെ സ്വർഗ കവാടം തുറക്കൂ നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. അങ്ങനെ ആ പാട്ടങ്ങോട്ട് പാടുക. എന്നിട്ട് ഈ വ്യക്തികളെ, മരിച്ചുപോയ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആത്മഹത്യയില്ലെങ്കിലും മരിച്ചുപോയ വ്യക്തികൾക്ക് എന്നും രാത്രിയാകുമ്പോൾ നിങ്ങൾ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഒരു ശുദ്ധീകരണ സ്ഥലത്തിലോ എവിടെയെങ്കിലും കിടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാതെ അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സഹനങ്ങളുണ്ടായിരിക്കും. ഇവർ നിങ്ങളുടെ പ്രാർത്ഥന വഴി സ്വർഗത്തിലേക്ക് കടന്നു പോയാൽ അവരവിടെ ഇരുന്ന് കർത്തൃസന്നിധിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധരെ പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പം നമ്മുടെ പല കെട്ടുകളും വിട്ടുപോവുകയും ചെയ്യും, നമുക്ക് അവർ വഴി കാണിച്ചു തരികയും ചെയ്യും. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഭിചാരം ക്ഷുദ്രവിദ്യ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. സങ്കീർത്തനം 94:23 അത് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറ. അതിപ്പോൾ ചിലപ്പോൾ ഈ പാറ്റ, എലി, പാമ്പ് ഇതൊക്കെ നമ്മുടെ വീടിന് ചുറ്റും കിടന്ന് വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഈ വീടിന് 4 ഭാഗത്തും നിങ്ങൾ എന്താ പറയുക, നമ്മുടെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശുരൂപം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഈ യേശുവേ നന്ദി, ഹോമിയോപ്പതിയുടെ ചെപ്പില്ലേ പ്ലാസ്റ്റിക്, ആ ചെപ്പില് ഈ കാശുരൂപം ഇടുക. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നോ, ഇനി ഇത് ചോദിച്ച് വിളിയോട് വിളിയാവും, ഇത് എവിടുന്ന കിട്ടുക, അതെന്താ കിട്ടുക, ചെയ്യല്ലേ മക്കളെ, നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും അന്വേഷിച്ച് അത് കിട്ടും. എന്നിട്ട് ഇത് എടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ 4 അരുക്കളിലും അത് കുഴിച്ചിടുക. അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു കല്ല് വെച്ച് അതിൻ്റെ സ്ഥാനം എന്നതാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. കർത്താവിൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അപ്പൊ വിശുദ്ധമായവ, ജപമാല ആയിക്കോട്ടെ, എന്തോ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. ബൈബിള് ഒക്കെ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഒക്കെ ഒന്ന് ആദരവോടെ തല കുനിച്ച് വിശുദ്ധ യേശുവാണ് അവിടെ ഇരിക്കുന്നത്. ബൈബിൾ എടുക്കുമ്പോഴും യേശുവാണത്. എടുത്തൊരു ഉമ്മം കൊടുത്തു ബൈബിളിനെ, എന്നിട്ട് വചനത്തെ കൈകാര്യം ചെയ്യുക. ജപമാല എടുക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, വിശുദ്ധരോടും പരിശുദ്ധമ്മയോടും ഔസേപ്പിതാവിനോടും കുടുംബനാഥന്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവേ എന്ന് ഓരോ കുടുംബത്തിലും നിരന്തരം പറയണം. ഔസേപ്പിതാവിനെ നിങ്ങളുടെ കുടുംബത്തെ നാഥനായിട്ട്, എൻ്റെ മക്കൾക്ക് സംരക്ഷകനായിട്ടൊക്കെ പോണേ, അവരുടെ കൂടെ പോണേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഔസേപ്പിതാവൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വചനഭാഗത്തിലേക്ക് കടന്നു വരാം. അതായത് ഇങ്ങനെ എന്തെങ്കിലും ശല്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്. ആഭിചാരം മന്ത്രവാദമൊക്കെ ഉള്ളത് തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് സങ്കീർത്തനം 94:23 വചനം കേൾക്കുമോ? അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും, അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും, നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. പ്രൈസ് ദി ലോർഡ്. 94:23 ഈ വചനം ഒരു 53 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ആദ്യം ബന്ധന പ്രാർത്ഥന ചൊല്ലുക. ഹല്ലേലൂയ. ആദ്യം എങ്ങനെ ചെയ്യൂ? ബന്ധന പ്രാർത്ഥനയ്ക്ക് മുന്നമേ ചേച്ചി ഒരു കാര്യം പറയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഒക്കെ മേലും നെറ്റിയിൽ കുരിശ് വരയ്ക്കുക, INRI എഴുതുക,
യൂതന്മാരുടെ രാജാവായ നസ്രക്കാരൻ യേശു മുദ്രയിടാണ്. ഇപ്പൊ ഓണം വന്നപ്പോ ഒക്കെ കുറി വരച്ചു, അങ്ങനെയൊക്കെ ഒന്നും പറയുന്നില്ല, പൊക്കോട്ടെ. അപ്പൊ നോക്കൂ, രക്ഷകനേശു കർത്താവേ കുരിശടയാളത്താലങ്ങേ ഒരു കുരിശ് വരച്ചു. രക്ഷാമുദ്ര പതിക്കണമേ, ശത്രുഗണത്തെ അകറ്റണമേ, വിശുദ്ധ കുരിശിൻ തിരുമുദ്ര സ്ഥിരമായി എന്നിൽ പതിയട്ടെ, മാർസ്ലിവായുടെ അടയാളം എന്നെ വലയം ചെയ്യട്ടെ, കുരിശടയാളത്താലെന്നും ദുഷ്ടശക്തികൾ അകലട്ടെ, കുരിശടയാളം വഴിയായി ഞാൻ സംരക്ഷിതനായി തീരട്ടെ, വിശുദ്ധ കുരിശെനിക്കെന്നും ശക്തി പകരുന്ന ആയുധമാകട്ടെ, കുരിശടയാളം വഴിയായി ഞാൻ ശക്തി ഭരിച്ച് ജയിക്കട്ടെ. ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റിയിൽ കുരിശിങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എൻ്റെ ശരീരം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പറഞ്ഞോളൂ ആ വചനം, 1 കൊരിന്ത്യർ 6:19. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു. ഈ ശരീരത്തെ യേശുവിന് ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കുന്നു. ശിരസ് മുതൽ പാദം വരെ, ശിരസിലും കഴുത്തിലും നെഞ്ചിലും ഉദരത്തിലും കൈകാലുകളിലും രക്തധമനികളിലും നാഡീഞരമ്പുകളിലും പഞ്ചേന്ദ്രിയങ്ങളിലും ദൈവം മഹത്വം നിറയട്ടെ. പേശികളിലും അസ്ഥികളിലും മജ്ജയിലും സന്ധിയിലും ദൈവിക ജീവൻ പ്രസരിക്കട്ടെ. എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളിലും ദൈവ സ്നേഹം നിറയട്ടെ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്താണ് ബന്ധന പ്രാർത്ഥന ചൊല്ലുക. അതിങ്ങനെയാണ്: യേശുവേ എൻ്റെ ശരീരത്തിൻ്റെ മേൽ, അപ്പം എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എന്നൊക്കെ പറഞ്ഞോളൂ, ശരീരത്തിന്മേൽ നിന്റെ അവകാശവും അധികാരവും ഇപ്പോൾ സ്ഥാപിക്കണമേ. എൻ്റെ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ സകല തിന്മകളും പുറത്തു പോകട്ടെ. എൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം യേശുനാമത്തിൽ തകരട്ടെ. യേശുവിലൂടെ ദൈവപുത്രൻ സ്ഥാനം നേടിയിരിക്കുന്ന എന്നെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് യേശുവേ മോചിപ്പിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്ന ദുഷ്ടാരൂപികൾ, അപ്പൊ വേണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം വല്ലവരും ഉണ്ടെങ്കിൽ ഒക്കെ അവരുടെ പേരുകൾ പറയാം. അല്ലെങ്കിൽ ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രവിദ്യ വഴി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല ദുർഭൂതങ്ങളുടെയും നിങ്ങൾ ഏകദേശം നമുക്ക് അറിയാലോ. അങ്ങനെ അങ്ങോട്ട് പറയുക. എന്നിട്ട് പറയുക, എന്നെ പീഡിപ്പിക്കുന്ന സകല ദുഷ്ടാരൂപികളെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഏക കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവസാനം ഈ ഒരു ഇതിങ്ങനെയൊന്ന് പറയാ: ദൈവപിതാവിൻ കാരുണ്യം നദി പോൽ വന്നു പതിക്കട്ടെ, ജീവജലത്തിൻ നിർദ്ധരിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ, രോഗികൾക്കേകിയ കാരുണ്യം യേശു എനിക്കിന്നേകട്ടെ, ദുഃഖിതർക്കേകിയ കാരുണ്യം യേശു എനിക്കിന്നേകട്ടെ, പാപികൾക്കേകിയ കാരുണ്യം യേശു എനിക്കിന്നേകട്ടെ. ഇതൊക്കെ അങ്ങോട്ട് പറയുക. നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയുക. പറ്റുന്നവർ കുറേ കാലമായിട്ട് ധ്യാനം കൂടിയിട്ടെങ്കിൽ പോയി ധ്യാനം കൂടുക, നല്ലൊരു കുമ്പസാരം കഴിക്കുക, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക, അന്നാമെള്ളം തെളിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ എൻ്റെ മക്കളോട് ഒന്നും കൂടി ഞാൻ പറയണം കേട്ടോ, ഈ കുരിശെടുത്തതിൻ്റെ പിന്നാലെ വരാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസത്തിനും ഓരോ കുരിശുണ്ട്. അതുകൊണ്ട് കർത്താവ് അറിയാതെ ഇങ്ങനെയുള്ള സഹനങ്ങൾ നമുക്ക് വരില്ല. നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു വിധേന ഒരു മോചനം ഇല്ല എന്ന് കണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ സങ്കീർത്തനം 119 81 മുതൽ 83 വരെയുള്ള വചനങ്ങളിൽ ദാവീദ് പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ആ വചനം ഒന്ന് കേൾക്കും മക്കള്. അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എൻ്റെ കണ്ണു കുഴഞ്ഞു. എപ്പോൾ അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിലപിക്കുന്നു. പുകഞ്ഞ തോൽക്കുടം പോലെയായി ഞാൻ, എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല. ഈ ദാസൻ എത്ര നാൾ സഹിക്കണം? കണ്ടു, ഇത് മറ്റൊരു ഉത്തരാണ് ചേച്ചി പറഞ്ഞതിൻ്റെ. അപ്പൊ മുഴുവനും ആഭിചാരം, മന്ത്രവാദമൊന്നും ആവണ്ട. എന്നാലും നിങ്ങൾ സങ്കീർത്തനം 94 23 ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുപൊക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. പക്ഷെ സഹിക്കാനും തയ്യാറാവുക. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. കണ്ടോ, ഞാനും എൻ്റെ ജീവിതത്തിൽ കുറേ സഹിച്ചതാ മക്കളെ. സഹിക്കാൻ പറ്റാണ്ടായി ചില നേരത്തെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ടോക്ക്, എനിക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടോ അതാണ് ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഒരു 2000 മക്കളാണെങ്കിൽ 5000 മക്കളാണെങ്കിൽ അവർക്ക് വിടുതലുണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ സമയം കഴിഞ്ഞു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയൗസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട്
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.